അനുമോളുടെ ഈ നിലപാടില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ അനുമോളെ വെറുക്കപ്പെടുന്ന ഒരു കാര്യം. ഷാനവാസ് അനുമോളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നൂറ നിന്നോട് മിണ്ടിയോ എന്ന്. ആ സമയം അനുമോൾ പറഞ്ഞു ഇല്ല എന്ന്. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളത്. അനുമോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നൂറയോട് ഇവിടെ വന്നവരെല്ലാവരും പല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവൾ അതും വിശ്വസിച്ച് നിൽക്കുകയാണ്. ഇത്രയും നാൾ കൂടെ നിന്ന് എന്നെ അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മളെ കൂടെ ഇത്രയും നാൾ കൂടെ നിന്നിട്ട് നമ്മളെ വിശ്വാസമില്ലാതെ പിന്നെ എന്തിനാണ് അവർ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നത് എന്നായിരുന്നു അനുമോൾ ചോദിച്ചിരുന്നത്. ശൈത്യയും മറ്റു ചിലരും അവളോട് പല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതും വിശ്വസിച്ചിട്ടാണ് നൂറ ഇരിക്കുന്നത് എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ശൈത്യയുടെയും അനുമോളുടെയും പ്രശ്നമാണ് ഓർമ്മ വന്നിരിക്കുന്നത്. ഇതേ ചോദ്യം ശൈത്യ അനുമോളോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോൾ അനുമോളോട് ശൈത്യ ഒരു കട്ടപ്പയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് അപ്പാടെ അനുമോൾ വിശ്വസിക്കുകയും ശൈത്യയോട് തിരിച്ച് അങ്ങനെ പെരുമാറുകയുമായിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും നാൾ കൂടെയുണ്ടായിരുന്ന ശൈത്യയെ എന്തുകൊണ്ടാണ് അനുമോൾ വിശ്വസിക്കാതിരുന്നത്? ഒരാൾ വന്നപ്പോൾ അനുമോളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുമോൾ വിശ്വസിച്ച് പ്രവർത്തിച്ചില്ലേ? അപ്പോൾ അനുമോളും നൂറയും ഇപ്പോൾ കാണിക്കുന്നത് ഒരേ കാര്യം തന്നെയല്ലേ? ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിലപാടില്ലായ്മ. സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ നിലപാടുകൾ മാറ്റിക്കൊണ്ടേ നിൽക്കുന്നു. അനുമോൾ പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റ്സും അനുമോൾക്കൊരു നീതിയും മറ്റുള്ളവർക്ക് വേറൊരു നീതിയുമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും അനുമോളെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഞാൻ മറ്റൊരാളുടെ PR ആയിട്ടോ സംസാരിക്കുന്നതല്ല. ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് BBയുടെ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.